SIR ജോലികൾക്കായി നിർദ്ദേശം പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. ജോലി സമയം കുറയ്ക്കുന്നതിനായി കൂടുതൽ ജീവനക്കാരെ വിന്യസിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ജീവനക്കാരെ വിന്യസിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. ജോലിഭാരം കുറച്ചിട്ടുണ്ട് എന്നും എവിടെയാണ് ഈ സമ്മർദ്ദം എന്ന് തങ്ങൾക്ക് അറിയില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തമിഴ്നാട്ടിലെ SIR ഹർജികളിലാണ് കോടതി നിർദ്ദേശം. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, SIRൽ എന്തൊക്കെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? തമിഴ്നാട്ടിലെ SIRനെതിരെ DMK അതുപോലെ തന്നെ TVK എന്നീ പാർട്ടികളായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇന്ന് സുപ്രീം കോടതിയിൽ ഈ വാദം കേട്ടപ്പോൾ ചില നിർദ്ദേശങ്ങൾ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് TVK എന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളടക്കം നേരിടുന്നു എന്നതാണ്. എന്നാൽ ബുദ്ധിമുട്ട് നേരിടുന്നവരെ ഒഴിവാക്കണമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ജോലി സമയം കുറയ്ക്കുന്നതിനായി കൂടുതൽ ജീവനക്കാരെ വിന്യസിക്കുവാൻ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാൽ ആരെങ്കിലും ഇളവ് തേടുകയാണെങ്കിൽ ആ വിഷയം പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കണമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരം വ്യക്തികളെ ഒഴിവാക്കി മറ്റു വ്യക്തികൾക്ക് ചുമതല നൽകണം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തനങ്ങൾക്ക് ജീവനക്കാരെ വിന്യസിക്കുവാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണെന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം അഭിഭാഷകനായ കപിൽ സിബൽ BLOമാരടക്കം നേടുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടിയിൽ വ്യക്തമാക്കിയത് സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം ഈ പ്രശ്നങ്ങൾ അല്ലാതെ ഭാവനാ സൃഷ്ടിയാണ്, വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിന്യസിക്കുവാനാണ് ഇപ്പോൾ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തമിഴ്നാട് സർക്കാർ എന്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയില്ല എന്ന ചോദ്യം കൂടി ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക, ഇളവ് തേടുന്നവർക്ക് മറ്റ് ജീവനക്കാർക്ക് ഈ ജോലി നൽകിക്കൊണ്ട് അവർക്ക് ഇളവ് അനുവദിക്കണമെന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി അരവിന്ദ്.